ഈ താമരശ്ശേരി ചുരമാണ് നമുക്കൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡയലോഗുകളിൽ ഒരെണ്ണം. ആ ചിത്രം നിർമ്മിച്ചത് രാജചേട്ടനാണ്. ആ സീനില് രാജചേട്ടനാണ് കൂടെ ഉള്ളത്. കാരണം രാജുവേട്ടനും പപ്പുച്ചേട്ടനും കൂടെ ഒരാളും കൂടെ ഉണ്ട്, മെയ്തീന്. പക്ഷെ ഡയലോഗ് ഇല്ല. മെയ്തീൻ ഇടയ്ക്ക് ഇതിന് എടുത്തു കൊടുക്കും. മൊയ്തീൻ ഒരു ഡയലോഗോ മറ്റേ ഉള്ളത് വന്നിട്ട് ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലേടോ, ചിലതിനുണ്ടാവില്ല, ചിലതിനുണ്ടാവില്ല എന്ന് മറ്റൊരു വരിയാണ് ഈ മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അതിന്റെ അത്ഭുതവും ആ കൂടെ നടക്കുന്നതും ഭയങ്കരം തന്നെ ഒക്കെ. അപ്പൊ ആ സീനിന്റെ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് ആദ്യം പറയൂ, പപ്പുകേട്ടനെ പറ്റി പറയുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞ ഈ വെള്ളാനകളുടെ നാട് എന്നുള്ള ഒരു സിനിമ ഉണ്ടാകുന്നതന്നെ ഈ 28-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു, നമ്മളെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കുന്നു, കോഴിക്കോട് മഹാറാണി ചെല്ലുന്നു. 27-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും പ്രിയം പറയുന്നു, ഈ പടം നടക്കൂല. അയ്യോ, ഞാൻ ചെവിരിലൊക്കെ ഒന്ന് താങ്ങി. കഥ ശരിയല്ല കേട്ടിട്ട് ഞാനും ശ്രീനിവാസൻ കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്കൊരു 5 ദിവസം ഇരുന്ന് ഒരു പുതിയ കഥ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, ബാലങ്കനാഥ് ചേട്ടനൊക്കെ വന്നു, കോസ്റ്റ്യൂമൊക്കെ തെച്ചു, അവരെയൊക്കെ പറഞ്ഞു വിട്. ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് തളർന്നിരും, നീ മാത്രം അങ്ങോട്ട് വരരുത്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറച്ചിലുണ്ട്, അത് വേണ്ട, ഞങ്ങളിതിന് മാത്രം, ഞാനും ശ്രീനിവാസനും മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലങ്കനാഥ് ചേട്ടൻ വന്നു സംസാരിച്ച് ഞാൻ വിളിക്കാമെന്ന് പറയുന്നു. അപ്പം ജൂബിലി യൂണിറ്റുകാരൻ വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ്, ഐശ്വര്യമായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ട് നടക്കാതെ പോകുന്നൊരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, 1-ാം തീയതി തുടങ്ങും, നിങ്ങൾക്ക് അതുവരെ നിൽക്കാമെങ്കിൽ നിൽക്കൂ, നമുക്ക് തുടങ്ങുന്നുണ്ട്. അങ്ങനെ 1-ാം തീയതി അന്ന് ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അതാണ് വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞാൽ. 5 ദിവസം കൊണ്ടുണ്ടാക്കിയ പടം 5 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒന്നും അല്ല എൻ്റെ ട്രാജഡി. 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് 1-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. 2-ാം തീയതി 3-ാം തീയതി ആയപ്പോഴത്തേക്കും ശ്രീനിവാസൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക്, വടകര അടുത്തല്ലേ, അങ്ങ് കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോകുന്നു. അന്ന് അംബാസഡർക്കാരാണ്. ഇങ്ങനെ ഓടി പോകുമ്പം വടകര അടുത്ത് ഈ അംബാസഡർക്കാർ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും വേറെ റോഡിൽ കിടക്കുന്നു. ഞാൻ വെച്ച് ഇത് തകർന്ന് തരിപ്പണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ല, ശ്രീനിവാസൻ സാറ് കോഴിക്കോട് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ പോയി. ഹോട്ടലിലുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു 3 സ്റ്റിച്ചുണ്ട് ഇവിടെ, കയ്യിലൊരു ചെറിയ പോറില്ല. ദൈവാധീനം രക്ഷപ്പെട്ടു. രാജു പേടിക്കൊന്നും വേണ്ട, നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നു പറഞ്ഞു.